ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് ബ്ലാക്ക് ഉണങ്ങാത്ത കാരണം ഈ ബ്ലൂവിലും വൈറ്റിലൊക്കെ ബ്ലാക്ക് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ആകെ വൃത്തികേടായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആകെ വൃത്തികേടായില്ലേ. അപ്പോൾ പിന്നെ ഫുൾ ഡേ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ വെച്ച്. ഇവിടെ പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഉണങ്ങാൻ ഇത്ര ബുദ്ധിമുട്ട് വന്നത്. ഈ ബോട്ടിൽ ഇതുപോലെ നേരത്തെ 2 പ്രാവശ്യം ഞാൻ ബോട്ടിലായിട്ട് ചെയ്തിട്ട് കൊളായൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് ലാസ്റ്റായിട്ട് 3ാമത്തെ പ്രാവശ്യം, ഒന്നിപ്പോൾ വെച്ചാൽ 3 അപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞാൻ അവസാനം ഒരു ശ്രമം നടത്താൻ പോയതാണ്. മുന്നേ ചെയ്ത് വെച്ച ആ ഒരു ബോട്ടിൽ പെയിൻറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ബ്ലാക്ക് അടിച്ചിരിക്കുന്ന ബേസ് ബോട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ബോട്ടിലാണെന്നൊക്കെയുണ്ടെങ്കിൽ വൈറ്റ് അടിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഒരു ഫുൾ ഡേ വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ആ ബ്ലൂവും വൈറ്റും ഒക്കെ കുറച്ച് സ്പോഞ്ചിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ കുറച്ചുകൂടി പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആ വൃത്തികേടൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലകളൊക്കെ വരച്ചെടുക്കാം. അതിനാദ്യം ഗ്രീൻ കളർ എടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇലകളുടെയൊക്കെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ഒരു ചില്ലകളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ചില്ലകൾ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. ഓരോന്നും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ബേസൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ചെടുത്ത ആ ഗ്രീനൊന്ന് ഉണങ്ങി ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഗ്രീനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബുഷിൻ്റെ ഒക്കെ ലുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ ബോട്ടിലിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കുറച്ചുകൂടി ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ആ ബ്ലൂ കളർ കുറച്ച് വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ആ ബ്ലൂ കളറ് ഒഴിച്ചുള്ള ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കാണുന്ന ആ ഒരു പോർഷനിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ച ഭാഗങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മേലൊക്കെ ആദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ലൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്ലവർ കൂടി പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ബോട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ അവസാനത്തെ പരീക്ഷണം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thanks for watching.